ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശനും മുത്തശ്ശിയൊക്കെ ആകെ തൊലി ഉരിഞ്ഞ് നിൽക്കുക കേട്ടോ. അങ്ങനെ ശരണ്യാണെങ്കിൽ ഭക്ഷണം വിളമ്പണ സമയത്ത് അവിടെ വിളമ്പ് ഇവിടെ വിളമ്പ്, കല്യാണിച്ചിക്ക് കുറച്ച് സാമ്പാർ ഇട്ട് കൊടുക്കാച്ച നോക്കിക്കൊണ്ടിരിക്കല്ലേ. എടാ വിക്രമേ, സോണിക്ക് കുറച്ച് പായസം ഒടിച്ചു കൊടുക്കണം. അങ്ങനെ അവരെ കൊണ്ട് എന്തൊക്കെ പണി എടുപ്പിക്കാവോ അതൊക്കെ എടുപ്പിക്കുകയാണ്. അത് പോരാണ്ട് ഇവർ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഡൈനിങ് ടേബിളൊക്കെ വൃത്തികേടായിട്ട് കിടക്കുമായിരിക്കുമല്ലോ. അപ്പോഴും അവരോട് ഇപ്പോൾ കഴിക്കേണ്ട, ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ആക്കി ഈ ഗസ്റ്റുകളൊക്കെ പോയി കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി എന്ന് പറയാണ്. പ്രകാശനാണെങ്കിൽ ആകെ പിടിച്ചു നിൽക്കുക കേട്ടോ. എന്നിട്ടും പ്രകാശിനെ പൊട്ടിത്തെറിക്കുമ്പോൾ വിക്രം പറയും, അച്ഛൻ ഒന്നും ചെയ്യല്ലേ, ഒന്നും പറയല്ലേ, എന്നെ ആലോചിച്ചിട്ടാണെങ്കിൽ അച്ഛൻ ഒന്നും പറയലല്ല, നമുക്കൊരു സമയം വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശിനെ പിടിച്ചു നിർത്തുവാണ് വിക്രം. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പ്രകാശനാണെങ്കിൽ പിടിവിടും കേട്ടോ. കാരണം അവർ പോണ സമയത്താണെങ്കിൽ ആ ഗേറ്റ് തുറക്കുക, ആ ഗേറ്റ് അടക്കുക, അവർ കാർ എടുക്കട്ടെ എന്നൊക്കെ പറയണം. പിന്നെ അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടി മുത്തശ്ശി പോയി ചായ ഉണ്ടാക്കുക എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ചായ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ പ്രകാശം പൊട്ടിത്തെറിച്ച് അവസാനം പ്രകാശം അവർ പോണ മുമ്പനെ പൊട്ടിത്തെറിക്കുക കേട്ടോ. എല്ലാത്തിനും കാരണം ഇവനാണ്, ഞങ്ങളുടെ ജീവിതം തകർന്നു, എല്ലാം തകർന്നു, വിക്രം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ ദേഷ്യം കൊണ്ട് പ്രകാശിനെ എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങനെ വിക്രത്തിൻ്റെ ദേഷ്യം കൊണ്ട് വിക്രത്തിനെ പിന്നെയും മുഖത്തിട്ട് നമ്മുടെ പ്രകാശനൊന്ന് അടിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്, ഈ അപമാനം താങ്ങിക്കൊണ്ട് പ്രകാശം ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുക കേട്ടോ. നിങ്ങൾ പോകണമെങ്കിൽ പോയിക്കൊന്ന് ശരണ്യം പറയുന്നുണ്ട്. എല്ലാവർക്കും ചിരിയാണ്ട് വരുന്നത്. അങ്ങനെ പ്രകാശം പറഞ്ഞു, ഇത് എൻ്റെ ഒരു തോൽവിയല്ലേ, ഞാൻ ഇവിടെ നിന്ന് ജയിക്കാൻ പോവാണ്, ജയിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. അതിനുശേഷം പ്രകാശം പോണത് വേറെ എവിടെയല്ല, ശത്രുവിൻ്റെ ശത്രു മിത്രമാണല്ലോ. അതുകൊണ്ട് ഷാരിനെ സരയുവിനെയും കാണാൻ പോണത്. കാരണം രാഹുൽ അവിടെ ഇല്ല, രാഹുൽ മെൻ്റൽ ഹോസ്പിറ്റലാണ്. അങ്ങനെ ഷാരിനെ സരയുവിനെയൊക്കെ കണ്ടിട്ട് അവരുടെ കൂടെ ചേർന്ന് എങ്ങനെയെങ്കിലൊക്കെ കല്യാണിനെയും കിരണിനെയും സോണീനെയും അവരെയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നിലത്തിട്ട് അടിക്കണം, അത് മാത്രമേ പ്രകാശിൻ്റെ വിചാരം. അപ്പോൾ അതിനുവേണ്ടി അവരെ കൂട്ടുപിടിക്കുന്ന കുറച്ച് രംഗങ്ങളാണ് അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.